കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 8 മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരം ഓണറേറിയം വർദ്ധിപ്പിച്ച് ഒത്തുതീർപ്പാക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ആശ സമരസഹായ സമിതി സംസ്ഥാനത്ത് 1000 പ്രതിഷേധ സരസ്സുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൊടുപുഴ മണക്കാട് നടന്ന സരസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേരള കോൺഗ്രസ് നേതാവ്. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ സാധാരണക്കാരോടും ഈ നാട്ടിലെ പാവപ്പെട്ടവരോടും സർക്കാർ കാണിക്കുന്ന കരുണയും അനുകമ്പയും ദയയും ഒക്കെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി മാസം 5-ാം തീയതിയാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കല് 10-ാം തീയതിയാണ്, ഫെബ്രുവരി 10-ാം തീയതി നമ്മുടെ സെക്രട്ടേറിയറ്റ് പടിക്കല് നമ്മുടെ ആശാ സഹോദരിമാര് ഒരു സമരം തുടങ്ങി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവർക്ക് ലഭിക്കുന്ന ഓണറേറിയം എന്ന് പറയുന്നത് 7000 രൂപ. ഇവിടെ സ്വാഗത പ്രസംഗത്തില് അദ്ദേഹം പറഞ്ഞതുപോലെ ഏതാണ്ട് 235 രൂപ ഒരു ദിവസം വേതനം ലഭിക്കുന്ന രീതിയിലാണ് ഓണറേറിയം ഇവിടെ അവർക്ക് നൽകുന്നത്. നമ്മുടെ ഈ നാട്ടില് നമുക്കറിയാം, ഇന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നവര്, ഇന്ന് ഈ തൊടുപുഴ മേഖലയില് ചുരുങ്ങിയത് 1000 രൂപ കൊടുക്കാതെ ഒരു വ്യക്തിയെ പോലും നമുക്കൊരു തൊഴിലിന് ഇവിടെ ലഭിക്കുന്നില്ല. നമ്മൾ ഓർക്കേണ്ടത്, ഈ സഹോദരിമാർക്ക് അവർ വീട്ടിൽ അവരുടെ കാരണവന്മാരുണ്ട്, പ്രായമായ കാരണവന്മാരുണ്ട്, അവർക്ക് അവരുടെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഒക്ടോബർ 22-ന് നടക്കുന്ന മാർച്ചിനെ മുഴുവൻ ജനങ്ങളും പിന്തുണയ്ക്കണമെന്ന് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വിജി PV ആവശ്യപ്പെട്ടു. സഞ്ജയ് കുമാർ B അധ്യക്ഷനായ പ്രതിഷേധ സദസ്സിൽ മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് കൃഷ്ണൻ, PI ജോണി, സമരസഹായ സമിതി കൺവീനർ MN അനിൽ, N വിനോദ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി എന്നിവർ പ്രസംഗിച്ചു. ഐഫോറിയ ന്യൂസ്, പാല.